മലയാളികൾ എന്നും ഓർത്തുവെച്ചിരിക്കുന്ന സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് പ്രിയദർശൻ. മോഹൻലാൽ, പ്രിയദർശൻ കൂട്ടുകെട്ടിൽ വന്ന സിനിമകളെല്ലാം വലിയ വിജയങ്ങളായവയാണ്. ഇപ്പോഴിതാ താൻ ചെയ്തതിൽ ചില അപ്രതീക്ഷിത പരാജയ സിനിമകളെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് പ്രിയദർശൻ. "ഞാനൊരു സിനിമയും പ്ലാൻ ചെയ്യാറില്ല. അതെല്ലാം സംഭവിക്കുകയാണ്. അത് റീമേക്ക് ആണോ ഒറിജിനൽ ആണോ എന്നൊന്നും ആലോചിക്കാറില്ല. ഇഷ്ടപ്പെടുന്ന ഒരു കഥ ചെയ്യുക എന്ന് മാത്രം. എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ആയ സിനിമ മിഥുനമായിരുന്നു. മുകുന്ദേത്ര, സുമിത്ര വിളിക്കുന്നു പോലുള്ള സിനിമകൾ ഓടിയിട്ടില്ല. പക്ഷേ ഏറ്റവും സംശയിച്ചെടുത്ത സിനിമയായിരുന്നു തേമാവിൻ കൊമ്പത്ത്. അത് ഹെവി വർക്കാവുകയും ചെയ്തു. അപ്പോൾ സിനിമയിൽ എന്ത് വർക്കാവും ഇല്ലെന്ന് എനിക്ക് ഒന്നും പറയാനാവില്ല" എന്ന് പ്രിയദർശൻ്റെ വാക്കുകൾ. മരക്കാർ അറബിക്കടലിന്റെ സിംഹമാണ് മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ പുറത്തുവന്ന അവസാനത്തെ സിനിമ. സമ്മിശ്ര പ്രതികരണങ്ങൾ നേടിയ സിനിമയ്ക്ക് തിയേറ്ററിൽ കാര്യമായ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതേസമയം തൻ്റെ 100ാമത്തെ സിനിമ സംവിധാനം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രിയദർശൻ ഇപ്പോൾ. മോഹൻലാലാണ് സിനിമയിലെ നായകൻ. മ്യൂസിക്കും ഡ്രാമയും ആക്ഷനും ഉള്ള സിനിമയാകും ഇതെന്ന് കൂട്ടിച്ചേർത്തു അദ്ദേഹം. "100ാമത്തെ സിനിമ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു. എൻ്റെ 100ാമത്തെ സിനിമയായതുകൊണ്ടുള്ള സുഖമല്ല. ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ച അതേ നായകൻ 100ാമത്തെ സിനിമയിലും അഭിനയിക്കുന്നു എന്നുള്ളത് ലോക സിനിമയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഈ റെക്കോർഡ് ഒരു കാലത്തും തിരുത്തിയെഴുതപ്പെടാൻ പോകുന്നില്ല. അങ്ങനെയൊരു റെക്കോർഡ് കൂടി 100ാമത്തെ സിനിമ ചെയ്യുന്നു." ചിത്രം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വീഡിയോയിൽ പ്രിയദർശൻ ഇങ്ങനെയാണ് പറഞ്ഞത്. മോഹൻലാലും പ്രിയദർശനും ആന്റണി പെരുമ്പാവൂരും ബിനു ജോർജും അലക്സാണ്ടറും ഒരുമിച്ചുള്ള വീഡിയോയിലാണ് പ്രഖ്യാപനം. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരും ബിനു ജോർജ് അലക്സാണ്ടറും ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്.